സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മരിച്ച ഒരാളെ വീണ്ടും കോടതി മുറിക്കുള്ളിൽ ആക്ഷേപമാണല്ലോ യഥാർത്ഥത്തിൽ. ആക്ഷേപിക്കാനുള്ള കാരണം എന്താണ് സജോ? ശരിയാണ്, വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കാൻ പിടിവിട്ട പല വാദങ്ങളും കോടതിയിൽ ഉന്നയിക്കുകയാണോ പ്രതിഭാഗം? ഹാഷ്മി, അതായത് ഇത്തരം സംഭവങ്ങളിൽ പ്രതിക്ക് എങ്ങനെയെങ്കിലും ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള പരമാവധി എല്ലാ വഴികളും എല്ലാ പരിശ്രമവും, അത് ചിലപ്പോൾ ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ മാറാം, അങ്ങനെ എല്ലാ വഴികളും അവർ പയറ്റുന്നു എന്നതാണ് കാണേണ്ടത്. അതായത് ഈ ഘട്ടത്തിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയും അതിൽ തന്നെ ഈ കേസിന്റെ സ്വഭാവം കോടതി അത്യപൂർവമായ സ്വഭാവമുണ്ട് എന്ന് കണ്ടെത്തിയാൽ പരമാവധി ശിക്ഷയിലേക്ക് പോകും. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള അവസാനവട്ട പരിശ്രമം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഈ വാദമുഖങ്ങളെ വെച്ച് നമുക്ക് വിലയിരുത്തേണ്ടത്. അങ്ങനെ ആ നിലയ്ക്ക് ഇതൊരു ടോക്സിക് ബന്ധമായിരുന്നെന്നും ആ നിലയ്ക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നുമൊക്കെ പറയുക വഴി ഇത് കുറ്റകൃത്യം അങ്ങനെ സംഭവിച്ചത് എന്തെങ്കിലും പൈശാചിക ചിന്തയുടെ ഭാഗമായല്ല, പൈശാചിക ചിന്തയുടെ ഭാഗമായും കോടതി മുറിയാണ്. കോടതി മുറിക്കുള്ളിൽ അഭിഭാഷകരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അഭിഭാഷകർക്ക് വാദിക്കാൻ അങ്ങനെ അവകാശിക്കാം. പക്ഷെ അതൊരു ടോക്സിക് വാദഗതിയാണ്. ആലോചിച്ച് നോക്കൂ, ശരി, ഒരു ബന്ധം പ്രശ്നമാണ്, ആ ബന്ധം പ്രശ്നമാണെങ്കിൽ ഇത്തരത്തിൽ കഷായത്തിൽ വിഷം കലർത്ത് കൊല്ലാം എന്ന് പരോക്ഷ ന്യായീകരണം നടത്തുകയാണോ അഭിഭാഷകൻ? സജോ? ഹാഷ്മി, അത് ഒരുപക്ഷെ കോടതിയിൽ നിയമ അഭിഭാഷകർ അവരുടെ എല്ലാ സാധ്യതയും പ്രയോജനപ്പെടുത്തുന്നു. ആ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു നീതിയും തൻ്റെ കക്ഷിക്ക് വേണ്ടി പരമാവധി വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നതാണ്. അതിൽ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല എന്നത് നമ്മൾ കാണണം. അതിൽ ധാർമ്മിക പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ശരിതെറ്റുകൾ നമുക്കറിയാവുന്നതാണ്. ഒരു ചെറുപ്പക്കാരനെ ഏത് വിധമാണ് ക്രൂരമായി ഈ ലോകത്ത് നിന്ന് പ്രതി ഇല്ലായ്മ ചെയ്തത് എന്നത് കോടതിയിൽ തന്നെ തെളിഞ്ഞതാണ് സംശയാതീതമായി എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ആ കാര്യം കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും അത് അംഗീകരിച്ചതുമാണ്. പക്ഷെ നിയമപരമായ തടസ്സമൊന്നുമില്ല. പ്രതിഭാഗം അഭിഭാഷകന് എല്ലാ വഴിയും പ്രയോജനപ്പെടുത്തുന്നതിന്, എല്ലാ തന്ത്രങ്ങളും അക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിൽ നിയമപരമായ തെറ്റൊന്നുമില്ല. അവർ ആ വഴിയും അവസാനം പയറ്റുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ കോടതി അംഗീകരിച്ചതാണ് ഈ കാര്യത്തിൽ പ്രതി കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തുകയും പ്രോസിക്യൂഷന്റെ പ്രധാന ചാർജുകൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചാൽ തന്നെയും കോടതി അത് അംഗീകരിക്കണം എന്നത് നമ്മൾ കാണണം. ഇങ്ങനെ ഒരു സാമൂഹിക വിരുദ്ധ സ്വഭാവമൊന്നും ഇല്ല എന്നതടക്കം എല്ലാം പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ എന്നത് പരമാവധി നൽകാൻ കഴിയുക ജീവപര്യന്തം മാത്രമാണ് എന്ന് വാദിക്കുകയാണ്. അങ്ങനെ ആ വാദമുഖങ്ങളുടെ ശരിതെറ്റുകൾ, ധാർമ്മികമായ ശരിതെറ്റുകളെ യഥാർത്ഥത്തിൽ നമുക്ക് പിന്നീട് പരിശോധിക്കാവുന്നതുമാണ്. അക്കാര്യത്തിൽ പക്ഷേ കോടതിയും പരിഗണിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. ഈ പരമാവധി ജീവപര്യന്തം മാത്രമേ നൽകാൻ, അതായത് ഇതിലെ അത്യപൂർവമായ കേസായി വരാനുള്ളൊരു സാധ്യത, ആ അപകടം പ്രതിഭാഗം മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പരമാവധി ജീവപര്യന്തം മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പരമാവധി ശിക്ഷ എന്നത് വധശിക്ഷ മാത്രമല്ല, ഓരോ ചാർജുകൾക്കും ഓരോ ശിക്ഷയും അത് പ്രത്യേകം അനുഭവിക്കണം എന്നുകൂടി പറഞ്ഞാൽ ശിക്ഷയുടെ കാലയളവ് 20 വർഷമോ 25 വർഷമോ ഒക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയും ഈ കേസിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ ഈ പറയുന്ന പ്രതിഭാഗം അതിന്റെ വാദം അവരുടെ സാധ്യതകൾ അഭിഭാഷകൻ പരമാവധി ഉപയോഗിക്കും, അതിനുവേണ്ടിയാണ് അദ്ദേഹം പണം വാങ്ങുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് രസകരമായൊരു വസ്തുത എന്താണ്, ഇന്നലെ കോടതി കുറ്റക്കാരിയാണെന്ന് വിധിക്കും മുൻപ് വരെ കൃത്യം ചെയ്തത് ഗ്രീഷ്മയല്ല. അത് എന്താണ്, ഈ പറഞ്ഞ പാരസെറ്റമോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി തിരഞ്ഞത്, വീട്ടിലാർക്കും പനി വന്നപ്പോൾ നോക്കിയതാണ് പാരസെറ്റമോൾ. പാരക്യൂറ്റ് ഒരു മനുഷ്യനെ എത്ര പെട്ടെന്ന് കൊല്ലും എന്ന് ഗൂഗിളിൽ തെരഞ്ഞത് സ്വയം ആത്മഹത്യയ്ക്ക് വേണ്ടി ഗ്രീഷ്മ തെരഞ്ഞു നോക്കിയതാണ് എന്നൊക്കെ വാദം ഉന്നയിച്ച പ്രതിഭാഗമാണ് കുറ്റക്കാരി എന്ന് കാണുമ്പോൾ എന്താണ്, ഇത് ടോക്സിക് റിലേഷൻഷിപ്പാണ്, പല രീതിയിൽ പുറത്തു കടക്കാൻ ശ്രമിച്ചു, ഷാരോൺ വിടാതെ പിന്തുടർന്നു, കിടപ്പൂറിലെ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു, സാമൂഹ്യ വിരുദ്ധനാണ് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട്, അതിനെ ധാർമ്മികമായി ന്യായീകരിക്കൽ തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് കോടതി മുറിക്കുള്ളിലെ ഒരുപക്ഷെ അഭിഭാഷകരുടെ ഒരു ഗത്യന്തരമില്ലായ്മയാവണം, എങ്കിൽ കൂടിയും ഒരു കൗതുകമുണ്ട് അതിൽ. സജോ? ഹാഷ്മി, നിയമപരമായ അവകാശത്തെ യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് നമുക്ക് ഓഡിറ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ അതിൽ എന്തെങ്കിലും നിയമപരമായ തടസ്സമില്ല. കാരണം നിലവിൽ കോടതി കുറ്റക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ മലക്കം മറിച്ചിൽ എന്നതിനൊരു സാധ്യതയില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്ന ഭാഗമാണ്. അതിൽ കൗതുകമുണ്ട് എന്നത് അംഗീകരിക്കുമ്പോൾ തന്നെയും കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനുശേഷമുള്ള വാദമുഖങ്ങൾ മാത്രം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. പഴയ വാദമുഖങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നതുകൊണ്ടാണ് പ്രതിഭാഗം ഇനി എന്താണ് രക്ഷപ്പെടാനുള്ള വഴി, ഇനി എന്താണ് ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള വഴി
കഴിയും. അത്യപൂർവ സാധ്യത അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നതുകൊണ്ട് മറ്റെന്ത് വഴിയുണ്ട് എന്നതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വിക്ടിമിനെ ബ്ലെയിം ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അത് ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമായി അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ലെങ്കിലും ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമായും അത് പ്രതിഭാഗത്തിന് ഉന്നയിക്കാൻ കഴിയും എന്നതാണ് അതിലെ നിയമപരമായ വശം. അതുകൊണ്ട് ആ കാര്യത്തെ നമുക്ക് നോക്കിക്കാണാം എന്നതിൽ കവിഞ്ഞ് അതിൽ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ വിമർശനത്തിന് സാധ്യതയില്ല എന്നതുകൂടി കാണണം. അതിൽ അതായത് വധശിക്ഷ എന്ന പരമാവധി ശിക്ഷാ സാധ്യതയൊക്കെ ആണെങ്കിൽ ആ ശിക്ഷ നടപ്പാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പുറം ലോകം കാണാൻ കഴിയുകയില്ല എന്നതാണ്. അതിൽ പിന്നീട് മേൽക്കോടതികളിലേക്കൊക്കെ പോയി അതിൽ ഇളവ് കിട്ടിയില്ലെങ്കിൽ പിന്നീട് യഥാർത്ഥത്തിൽ പുറം ലോകം കാണാൻ കഴിയാത്ത വിധമുള്ള ശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് വിചാരണ കോടതിയിൽ നിന്ന് വധശിക്ഷ കിട്ടിയത് മേൽക്കോടതിയിൽ സ്റ്റേ കിട്ടിയാൽ പോലും ഈ ശിക്ഷാ കാലയളവിൻ്റെ കാര്യത്തിൽ പിന്നീട് വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് ഈ പരമാവധി ശിക്ഷ കിട്ടരുതെന്ന നിർബന്ധം നിമിത്തം അതിന് എന്തെല്ലാം വാദമുഖങ്ങൾ ഉന്നയിക്കാൻ കഴിയുമോ ആ വാദം അഥവാ ഇരയെ ബ്ലെയിം ചെയ്യുക എന്ന ശ്രമമാണ്. അത് സ്വാഭാവികമായും അങ്ങനെ കോടതിയിൽ വാദമുഖങ്ങൾ നിരത്താനുള്ള അവകാശം പ്രതിഭാഗത്തിനുണ്ട്. ആ സാധ്യത അവർ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ്. വധശിക്ഷ ഒരു തരത്തിലും നിരക്കുന്നതല്ല, നൽകാൻ കഴിയുന്ന ഒരു കേസല്ല എന്ന് വാദിക്കുകയാണ്. കാരണം പ്രോസിക്യൂഷൻ അതിശക്തമായി വാദിച്ചു ഇത് അത്യപൂർവ്വ സ്വഭാവത്തിലുള്ളൊരു കേസാണ്, ഒരു ചെറുപ്പക്കാരനെ അത്യന്തം ക്രൂരമായി കൊലപ്പെടുത്തിയ കേസാണ്, അതിൽ തെളിവുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, അവരുടെ പൈശാചിക സ്വഭാവം ആസൂത്രണം ഒക്കെ പുറത്തു വന്നത് കോടതിയിൽ തെളിഞ്ഞതാണ്. അതുകൊണ്ട് ഏറ്റവും പരമാവധി ശിക്ഷ നൽകണം എന്ന പ്രോസിക്യൂഷൻ വാദം മുന്നോട്ട് വെച്ചപ്പോൾ എന്തായാലും ഇപ്പോൾ കോടതിയിൽ നന്മ ഉപദേശിക്കുന്ന പ്രതിഭാഗൻ പ്രതിയെ മാനസാന്തരപ്പെടുത്തി സമൂഹത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്, പ്രതിയുടെ പുനരധിവാസം സമൂഹത്തിന്റെ കടമയാണ് തുടങ്ങിയ സാമൂഹ്യ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ പ്രതിഭാഗൻ കോടതിയിൽ വാദിക്കുന്നത്. നേരത്തെ സജോ പറഞ്ഞ വാക്കാണ് വിക്ടിം ബ്ലെയിമിംഗ് നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ സാമൂഹ്യ ഉത്തരവാദിത്തത്തെപ്പറ്റി പ്രതിഭാഗം അവിടെ കോടതിയിൽ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാവുന്ന പ്രതിഭാഗത്തിന് ഇത് അപകടകരമാണ്. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ്റെ അതിശക്തമായ വാദങ്ങൾക്ക് മുന്നിൽ ഈ പറയുന്ന അപൂർവമാണ്. ഇതിന് പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന വാദം നിലനിൽക്കുന്നതാണോ എന്നൊരാശങ്ക പ്രതിഭാഗത്തിനുണ്ടെന്ന് തോന്നുന്നു. അതിനേത് വിധേന ചെറുക്കാൻ പരമാവധി വാദങ്ങളിലേക്ക് ഒരുപക്ഷെ ധാർമ്മികമാണോ നൈതികമാണോ തുടങ്ങി നമുക്ക് തോന്നാവുന്ന വാദങ്ങളിലേക്ക് പോവുകയാണ് പ്രതിഭാഗം.